പിതാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. പൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ, കളങ്കമന്യേ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ, നിഷ്കളങ്കതയോടെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം, അതായത് നമ്മളോട് പറയുന്നത് നിഷ്കളങ്കതയോട് നമ്മൾ കർത്താവിനെ അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ അവിശ്വസിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തും. അപ്പോൾ അവിടുത്തെ കണ്ടെത്താൻ കർത്താവ് ഇടതരണമെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. കിട്ടുന്ന സമയമെല്ലാം നമ്മൾ ദൈവത്തോടൊപ്പം ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയാൻ നമ്മൾ ഒരിക്കലും നാളെ എന്ന് നീട്ടി വെക്കരുത്. ഹല്ലേലൂയ. നാളത്തെ ദിവസമോ അടുത്ത നിമിഷമോ നമുക്കുള്ളതല്ല. എന്തെല്ലാം നമ്മളുടെ കണ്ണിൽ കാണുന്നു, ചെവിയിൽ കേൾക്കുന്നു, എവിടെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഇപ്പോൾ ദൈവം അരികിലുള്ളപ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കുക, ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തിൻ്റെ മക്കളായി മുന്നേറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് വീട്ടിൽ വന്നു. പ്രിയപ്പെട്ടവരെ, നല്ല യേശു കൃപ ഭയങ്കര അനുഗ്രഹമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയിൽ യേശുവിൻ്റെ കൃപയാണ് ഓരോ വ്യക്തികളുടെ മേലും ചൊരിഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെഞ്ഞാറമൂട് സ്ഥിതി ചെയ്യുന്ന അമല ധ്യാന കേന്ദ്രത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ വന്നൊരു ഉപവാസ പ്രാർത്ഥനയ്ക്കോ ഒരു യേശു കൃപ അനുഭവ ധ്യാനത്തിനോ ഒക്കെ പങ്കെടുത്താൽ ഒരുപാട് ദൈവാനുഭവത്തിൽ വളരാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ വചനം, സജീവ ഊർജ്ജസ്വലമായ വചനം വാരി വിളമ്പിയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ വന്ന് നിങ്ങളൊക്കെ അത് വാങ്ങിച്ച് ഭക്ഷിക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വചനം ഇപ്രകാരമാണ്: പൂപാലകരെ, നീതിയെ സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. കളങ്കമന്യേ കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കുവിൻ. നമ്മൾ എപ്പോഴും നിഷ്കളങ്കതയോട് കർത്താവിനെക്കുറിച്ച് ധ്യാനിക്കണം. ഹല്ലേലൂയ. കളങ്കമല്ലാത്ത ഹൃദയവുമായി, ഹൃദയത്തിൽ ഒരു കളങ്കമില്ലാതെ ദൈവസന്നിധിയിൽ ചെല്ലണം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അരികിൽ ചെല്ലണം. യേശു നമ്മളെ വിളിക്കാൻ വേണ്ടി 2 കരങ്ങളും നീട്ടി നിൽക്കുകയാണ്. ആരെങ്കിലും ഒന്ന് വാതിൽ തുറന്നു കൊടുത്താൽ മതി, നമ്മളിലേക്ക് പ്രവേശിക്കും. നമുക്ക് വേണ്ടത്ര നന്മകൾ കൊണ്ട് കർത്താവ് നമ്മളെ നിറയ്ക്കും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലായിരിക്കാം, പരിശുദ്ധനായ പിതാവിലായിരിക്കാം. പിതാവ് തരുന്ന സ്നേഹത്തിൽ നമുക്ക് മുന്നേറാം. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, അവിശ്വാസികൾക്കുള്ളതല്ല ദൈവവചനം, വിശ്വാസികൾക്കുള്ളതാണ്. കർത്താവിൻ്റെ വചനം എല്ലാവർക്കും ഉള്ളതാണെന്ന് വിചാരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. കർത്താവിനെ പരീക്ഷിക്കാത്തവർക്കുള്ളതാണ് കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമെന്നാൽ ദൈവം, ദൈവമെന്നാൽ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. നമുക്ക് പരിശുദ്ധാത്മാവിൽ നിറയാം. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെവിടെ ഇരുന്നാലും അവർക്കെല്ലാമായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവരെല്ലാം തൊടണമേ, അനുഗ്രഹിക്കണമേ. അപ്പച്ചാ, അപ്പൻ്റെ കൃപയിൽ ഓരോ വ്യക്തികളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. ദൈവമേ, ഈ ലോകം തരുന്ന നന്മയല്ല അങ്ങ് തരുന്നത് ഞങ്ങൾക്കറിയാം. അപ്പച്ചൻ ഞങ്ങൾക്ക് തരുന്ന നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഇനിയും അങ്ങയോടൊപ്പമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ. പിതാവേ, ഒരുവൻ പോലും നശിച്ചു പോകാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ലല്ലോ. ആയതിനാൽ എൻ്റെ കർത്താവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് വിശദീകരിക്കണമേ. അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും
ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. സർവശക്തനും നീതിമാനുമായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം പോലെ നിങ്ങളെല്ലാം എടുത്തുയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.